ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് പൊതുവെ എല്ലാവരും കേട്ടിരിക്കും. കരളിനകത്ത് കൊഴുപ്പ് കൂടുതലായി നിറയുകയും കരളിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ്. വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. ലിവർ സിറോസിലേക്കും പൂർണ്ണമായ കരളിൻ്റെ പ്രവർത്തന രാഹിത്യത്തിലേക്കും ഫെയിലിയറിലേക്കും ഒക്കെ വഴിതെളിക്കാവുന്ന ഗൗരവമായ ഒരു രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ എന്നത്. പൊതുവെ മദ്യപാനശീലവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഫാറ്റി ലിവറിനെ കുറിച്ച് നേരത്തെയൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ മദ്യപാനശീലമില്ലാത്തവരിലും ഫാറ്റി ലിവർ വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ലോകവ്യാപകമായി നോക്കിയാൽ കരൾ രോഗങ്ങളിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ളത്, ഏറ്റവും സാധാരണമായി കാണുന്നത് ഇത്തരത്തിലുള്ള നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നതാണ്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കേരളത്തിൽ ഒരു എപ്പിഡമിക് പോലെ, ഒരു പകർച്ചവ്യാധി എന്നോണം വന്നിട്ടുള്ള അമിതമായ ശരീരഭാരം, ദുർമേധസ്, അതിനൊപ്പം വന്നിട്ടുള്ള അനുബന്ധ രോഗങ്ങൾ, അകമ്പടി രോഗങ്ങൾ, അധിക രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയ്ക്കൊപ്പമാണ് കേരളത്തിലും ഇന്നിപ്പോൾ വ്യാപകമായി ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് വ്യാപകമായി കാണുന്നത്. ഒബീസിറ്റി എപ്പിഡമിക്കിൻ്റെ കൂടെയുള്ള അമിത രക്തസമ്മർദ്ദവും പ്രമേഹവും ഹൃദ്രോഗവും തുടങ്ങിയിട്ടുള്ള അനുബന്ധ രോഗങ്ങളെ കുറിച്ചിട്ട് കുറേയൊക്കെ ഇന്ന് വ്യാപകമായ തിരിച്ചറിവുണ്ട്. പക്ഷേ ഈ ഫാറ്റി ലിവർ ഡിസീസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചിട്ടുള്ള അവബോധം കേരളത്തിൽ വേണ്ടത്ര വ്യാപകമല്ല എന്നാണ് തോന്നുന്നത്. ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നത് മുതിർന്നവരിൽ മാത്രമല്ല കുട്ടികളിലും വ്യാപകമായി വരുന്നുണ്ട് എന്നതാണ്. 2014 കൊച്ചിയിൽ നടന്ന ഒരു പഠനത്തിൽ കാണുന്നത് 27% സ്കൂൾ കുട്ടികൾ 15 വയസ്സാകുമ്പോഴേക്കും അമിതഭാരം, ഓവർ വെയ്റ്റ് ഓർ ഒബീസ് എന്ന നിലയിലേക്ക്, ഒബീസ് എന്ന പറയാവുന്ന രീതിയിൽ ഏതാണ്ട് 3% കുട്ടികളുണ്ട്. 2017 കണ്ണൂരിൽ നടന്ന ഒരു പഠനത്തിൽ ഈ ഒബീസ് എന്ന് പറയാവുന്ന കുട്ടികളെക്കുറിച്ച് മാത്രമാണ് ഈ പഠനം നടത്തിയത്. അതിൽ 60% കുട്ടികൾക്കും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട് എന്നാണ് കണ്ടെത്തിയത്. ഒബീസ് ആയ കുട്ടികൾക്ക് മാത്രമല്ല, ഓവർ വെയ്റ്റ് ആയ കുട്ടികൾക്കും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാവാം. ചിലപ്പോൾ അമിതമായ ശരീരഭാരം ഇല്ലാത്ത കുട്ടികളിലും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാവുന്നതിൻ്റെ കാരണം മധുര വസ്തുക്കളുടെ അമിതമായ ഉപയോഗമാണ് എന്നത് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ജേണൽ ആർട്ടിക്കിൾ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ സവിശേഷമായ ശ്രദ്ധ ആകർഷിച്ചു. ബെൽജിയത്തിലെ ബ്രസൽസിൽ നിന്ന് EM സോക്കൽ എന്ന ഒരു സീനിയർ പീഡിയാട്രിക് ഹെപ്പറ്റോളജിസ്റ്റും മറ്റ് 3 പേരും ചേർന്നെഴുതിയതാണ് ഈ ലേഖനം. അതിൻ്റെ തലക്കെട്ട് വളരെ സവിശേഷമായ ശ്രദ്ധ ആകർഷിച്ചു. ചൈൽഡ്ഹുഡ് ഫ്രക്ടഹോളിസം ആൻഡ് ഫ്രക്ടഹോളിക് ലിവർ ഡിസീസ് എന്നാണ് ഈ പ്രബന്ധത്തിൻ്റെ തലക്കെട്ട്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നതിന് ഫ്രക്ടഹോളിക് ലിവർ ഡിസീസ് എന്ന ഒരു പുതിയ പേര് നൽകിയിരിക്കുകയാണ് ഈ ഗവേഷകർ. ഫ്രക്ടോസ് എന്നാൽ പഞ്ചസാരയിലും തേനിലും ശർക്കരയിലും ഒക്കെ കാണുന്ന ഒരു തന്മാത്രയാണ്. പഞ്ചസാരയുടെ ഒരു തന്മാത്ര, സുക്രോസ് എന്ന പഞ്ചസാരയുടെ ശർക്കരയുടെ ഒരു തന്മാത്ര വാസ്തവത്തിൽ 2 തന്മാത്രകൾ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഗ്ലൂക്കോസ് തന്മാത്രയും ഒരു ഫ്രക്ടോസ് തന്മാത്രയും ചേർന്നാണ് ഒരു സുക്രോസ് തന്മാത്ര ഉണ്ടാകുന്നത്. ഇതിൽ ഗ്ലൂക്കോസ് തന്മാത്രയെ നമ്മുടെ ശരീരത്തിലെ ഏതൊരു കോശത്തിനും ഊർജാവശ്യത്തിനായി ഉപയോഗിക്കാൻ കഴിയും, ഊർജ ഉപാപചയത്തിനായി ഉപയോഗിക്കാൻ സാധിക്കും. അതേസമയം ഫ്രക്ടോസ് എന്നാൽ ആൽക്കഹോൾ പോലെയാണ്. ഫ്രക്ടോസിനെ ഉപയോഗിക്കാൻ കഴിയുന്ന, ഉപാപചയത്തിന് വിധേയമാക്കാൻ കഴിയുന്ന ഏക അവയവം എന്നത് കരൾ മാത്രമാണ്. ലിവർ സെൽസിന് മാത്രമാണ് ഫ്രക്ടോസിനെ ഉപാപചയത്തിന് വിധേയമാക്കാൻ കഴിയൂ.
പഞ്ചസാരയിലും ശർക്കരയിലും മാത്രമല്ല, തേനിലും പഴങ്ങളിലും ഒക്കെ ഫ്രക്ടോസ് ഉണ്ട്. പഴങ്ങളിൽ താരതമ്യേന അളവ് പഞ്ചസാരയെ അപേക്ഷിച്ച് കുറവാണ് എന്ന് മാത്രം. ആൽക്കഹോൾ എങ്ങനെയാണോ കരളിൽ കൊഴുപ്പടിയാനും കരളിലെ കോശങ്ങളെ നശിപ്പിക്കാനും കാരണമാവുന്നത്, സമാനമായ രീതിയിൽ ഫ്രക്ടോസും കരളിലെ കോശങ്ങളെ നശിപ്പിക്കാനും കരളിൽ കൊഴുപ്പടിയാനും കാരണമാവും എന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. ഈ അടിസ്ഥാനത്തിലാണ് സോക്കലും മറ്റ് ഗവേഷകരും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിന് ഫ്രക്ടഹോളിക് ലിവർ ഡിസീസ് എന്നൊരു പുതിയ പേര് നൽകിയത്. ആൽക്കഹോളിക് ലിവർ ഡിസീസിന് കാരണം ആൽക്കഹോളിസമാണ് എന്നതുപോലെ ഫ്രക്ടഹോളിക് ലിവർ ഡിസീസിന് കാരണം ഫ്രക്ടഹോളിസം ആണ്, മധുരവസ്തുക്കളോടുള്ള അഡിക്ഷനാണ് എന്ന് ഈ ഗവേഷകർ പറയുന്നു. ആൽക്കഹോളിസത്തെക്കുറിച്ച് വ്യാപകമായ ധാരണ ഉണ്ടെങ്കിലും ഫ്രക്ടഹോളിസം എന്നതിനെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ കാര്യമായ ധാരണയില്ല എന്നതാണ് സത്യം. ഒരു ചികിത്സകൻ എന്ന നിലയിൽ പല കാലങ്ങളായി ഞാൻ കാണുന്ന ഒരു കാര്യമാണ് ആശുപത്രിയിൽ വരുന്ന കുട്ടികളുടെ കയ്യിൽ കാണുന്ന മധുരവസ്തുക്കൾ. ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കാണുന്ന ജ്യൂസ് ഞാൻ വാങ്ങിച്ചതിൻ്റെ ലേബൽ പരിശോധിച്ചപ്പോൾ കണ്ടത് ആ ജ്യൂസിനകത്ത് ഒരു 100 മില്ലി ലിറ്ററിനകത്ത് 14 ഗ്രാം ഷുഗർ ഉണ്ട്, 14 ഗ്രാം പഞ്ചസാര ഉണ്ട് എന്നുള്ളതാണ്. ഈ ഫോട്ടോ എടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ കുട്ടി ആ ജ്യൂസ് മുഴുവനും കുടിച്ച് തീർത്തിരുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് പരമാവധി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പഞ്ചസാരയുടെ ദൈനംദിന അളവ് എന്നത് ഒരു 25 ഗ്രാം അതിൽ താഴെ ആയിരിക്കണം എന്ന് നമ്മൾ ഓർക്കണം. മാത്രവുമല്ല പഞ്ചസാര എന്നത് ഒരു അവശ്യ പോഷകമല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ജ്യൂസ് പോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ സാധാരണ കണ്ടുവരുന്ന മറ്റൊരു മധുരവസ്തുവാണ് മിഠായികൾ. ഈ കാണുന്ന ചിത്രം ഇന്നലെ എൻ്റെ ഒപ്പിയിൽ നിന്ന് എടുത്തതാണ്. ഇങ്ങനെ ജ്യൂസായിട്ടും മിഠായി ആയിട്ടും പാലിലിടുന്ന പഞ്ചസാരയായും കുറുക്കിൽ ചേർക്കുന്ന പഞ്ചസാരയായും അപ്പമായും മറ്റു പല വിധത്തിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ അമിതമായ അളവിൽ മധുരം സേവിക്കുന്നുണ്ട്. ആൽക്കഹോളിസം എന്നത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന ബോധ്യം ഇന്ന് സമൂഹത്തിൽ ഏറെക്കുറെ വ്യാപകമായിട്ടുണ്ട്. അതേസമയം ഫ്രക്ടഹോളിസം എന്നൊന്ന് നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെ നമുക്ക് വേണ്ടത്ര വ്യക്തമായൊരു കാര്യമല്ല. എന്ന് മാത്രമല്ല, പല വിധത്തിലും ഫ്രക്ടഹോളിസം നന്നേ ചെറുപ്പത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടുക എന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ ഫ്രക്ടഹോളിക് ലിവർ ഡിസീസ് എന്നതിൻ്റെ അപകട സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ മധുരവസ്തുക്കൾക്ക് അടിമയാവുക, ഫ്രക്ടഹോളിസത്തിന് അടിമയാവുക എന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കുകയും അതിനായുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാനുള്ള സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്.